ഹലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജാനിക്കുട്ടിയുടെ ലാസ്റ്റ് ഡേറ്റ് സ്കൂളിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആളിതാ ഹെയർ ബാൻഡും പുതിയ വളയും മാലയൊക്കെ ഇട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല. ലാസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കണം ഭയങ്കര സന്തോഷം ആൾക്ക് പോവാൻ. സാധാരണ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ബുക്സ് സ്കൂളിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. മൂത്താൾക്ക് നമ്മൾ ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്തത്. അപ്പോൾ ആളുടെ കയ്യിൽ ഞങ്ങൾ കുറച്ച് ബുക്സ് കൊടുത്തു വിട്ടു. ഇനിയുള്ള കുട്ടികൾക്ക് വായിക്കാലോ. അപ്പൊ ദാ ആളിറങ്ങാണ്. ഓടിപ്പോയിട്ട് ദാ ലിഫ്റ്റൊക്കെ നെക്കി ഭയങ്കര സന്തോഷം. സാധാരണ നമ്മൾ എടുത്തുകൊണ്ട് പോണം, കരച്ചില്, ബഹളൊക്കെയാണ്. ഇന്ന് ഇതൊന്നുമല്ല. തന്നെ പോയി ലിഫ്റ്റൊക്കെ നെക്കി ആളിതാ ഓടി കേറിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ആളുടെ കയ്യിൽ ചെറിയൊരു സ്പീച്ച് ബോക്സ് കൊടുത്തു. അത് ഡ്രൈവറേറ്റിന് കൊടുക്കാനാണ്. പിന്നെ ആളുടെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും പിന്നെ കുറച്ച് ചേച്ചിമാരും ഉണ്ട്. അവർക്ക് കൊടുക്കാനായിട്ടുള്ള സ്വീറ്റ്സ് നമ്മൾ ബാഗിൽ വെച്ച് കൊടുത്തു. ലാസ്റ്റ് ഡേ അല്ലേ, ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് ഓർത്തു. അപ്പോൾ ഡ്രൈവറായിട്ടിന് കൊടുക്കാനായിട്ട് ആൾ ആദ്യമേ എടുത്ത് കയ്യിൽ വെച്ചു. അങ്ങനെ നമ്മളിതാ താഴെ എത്തിയിരിക്കുകയാണ്. ആൾ പുറത്തോട്ട് വേഗം തന്നെ ഓടി. അവിടെ നമ്മുടെ ഒരു ചേച്ചിയുണ്ട്. ആൾക്ക് എപ്പോഴും ഗുഡ് മോർണിംഗ് പറയുന്നതാണ്. അപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ആൾ വണ്ടി വരുന്ന സ്ഥലത്ത് വെയിറ്റ് ചെയ്യാനായിട്ട് ആൾ പോവുകയാണ്. അപ്പം കുറച്ച് ടൈം എടുക്കും. ചില സമയത്ത് ലേറ്റ് ആവും, ചില സമയത്ത് നേരത്തെ വരും. പിന്നെ ആളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, കൃതി എന്ന് പറഞ്ഞ ആളിന്നില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട് ആൾക്ക്. എന്നാലും ഓക്കെയാണ് ആൾ. കളർ ഡ്രസ്സൊക്കെ ഇട്ട് പോകാനായിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ലാസ്റ്റ് ഡേ ആണെന്ന് ആൾക്കറിയാം. ഞങ്ങൾ പറയുന്നുണ്ട്, ജാനിക്കുട്ട ഇനി പോകണ്ട സ്കൂളിൽ, ടുഡേ ഈസ് യുവർ ലാസ്റ്റ് ഡേ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ആൾ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആളുടെ വണ്ടി എത്തി. സ്വീറ്റ്സ് കണ്ട, കയ്യിൽ നിന്ന് ആദ്യമേ സ്വീറ്റ്സാണ് ആൾ വാങ്ങിയത് ഡ്രൈവറായിട്ടിന് കൊടുക്കാനായിട്ട്. അപ്പോൾ ആൾ ഓടിച്ചാടി കയറി പോകുന്നുണ്ട്. പക്ഷെ ഇത് കൊടുക്കുന്ന സമയത്ത് മക്കളെല്ലാവരും കയ്യിലോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, മക്കൾക്കുള്ളതും ബാഗിൽ വെച്ചിട്ടുണ്ട്, സ്കൂളിലെത്തുമ്പോൾ കിട്ടും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച്. കണ്ടോ, മക്കളുടെ നോട്ടം കാണുമ്പോൾ വിഷമം തോന്നും നമുക്ക്. അപ്പോൾ ആളിതാ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോവാണ്. ഒരു ചെറിയൊരു വിഷമം. പെട്ടെന്നാണ് ഒരു വർഷമൊക്കെ പോകുന്നത്. അപ്പോൾ ആള് വേണ്ട, എന്ത് രസാ മക്കളായിട്ട് തുള്ളിച്ചാടി കളിച്ച് പോണ കാണാൻ.